നമ്മളിപ്പോൾ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലാണ്, വഡോദരയിലേക്കുള്ള റൂട്ടിലാണ്. അപ്പം വഡോദരയിലെ കാഴ്ചകളുമായിട്ട് പുതിയ വീട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഉണ്ടെന്ന് നമ്മളെ കാണിക്കണേ. ഞങ്ങളിപ്പം ഗൂഗിൾ മാപ്പ് നോക്കി ഒരു വഴി കണ്ടു. വളരെ മോശമായ ഒരു വഴിയായിരുന്നു. പൈപ്പ് റോഡ് ഏകദേശം ഒരു ഒത്തിരി കിലോമീറ്ററോളം വളരെ മോശമായ വഴിയാണ്. അവിടെ നമ്മൾ തിരിച്ചിപ്പം അവിടെ ഡീവിയേഷൻ എടുത്തിട്ട് വേറെ ഹൈവേയിലേക്ക് കയറാൻ തുടങ്ങുക. അതെ, ഗൂഗിൾ മാപ്പ് ഇതുവരെ എൻ്റെ സ്ഥലത്ത് അന്വേഷിച്ച് കാണിച്ചിട്ടില്ല. ഇത്ര നല്ല വഴിയുണ്ടായിട്ട് ഇത്ര മോശം വഴികൾ ഞങ്ങളെ വിടുന്നത്. ഞങ്ങളെന്തായാലും തിരിച്ച് നല്ല വഴിക്ക് തന്നെ കയറാൻ തീരുമാനിച്ചു. ഞങ്ങളിപ്പോൾ ആ ചെറിയ വഴിയിൽ നിന്ന് വേറെ വഴിയിലേക്ക് വന്നു. ഇതാണ് ഹൈവേ ആണിത്. ഹൈവേ എന്നൊക്കെ പറയാം, പക്ഷെ ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷനാണ്, വളരെ മോശമാണ്. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ അല്ല. അപ്പുറം നല്ലൊരു NH48 കിടപ്പുണ്ട്. അത് ഗൂഗിൾ മാപ്പിൽ കാണിച്ചില്ല, ഞങ്ങൾ നോക്കിയില്ല, അബദ്ധം പറ്റിപ്പോയി. ആ റോട്ടിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിലും വലിയ മോശപ്പെട്ട റോഡാണ്. ഫുള്ള് ചെളിയും കട്ടറും. ഇതാണ് ഇവിടുത്തെ ബ്ലോക്കിൻ്റെ അവസ്ഥ. നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വേണ്ടൊരു അനക്കമില്ല. ഇങ്ങനെ അവസാനം ഞങ്ങൾ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. ഇപ്പം എൻ്റെ ഫോണിൽ മറ്റേ റൂട്ടാണ് ഇപ്പോഴും കാണിച്ചത്. ഞങ്ങൾ ഡോണിൻ്റെ ഫോണിൽ നോക്കിയിട്ടാണ് ഈ റൂട്ട് കാണിച്ചത്. ഇതെടുത്തത് നേരെ NH48 കണക്ട് ചെയ്യുന്നത്. ഇതുവഴി 7 മണിക്കൂറാണ് ഈ വഡോദരയ്ക്ക് ഞങ്ങൾ എത്തുമ്പോൾ. എന്തായാലും രാത്രിയാവും. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് അവിടെ കർഫ്യൂ ആണെന്നാണ്. എന്തായാലും എന്താവുമെന്ന് കണ്ടറിയാം. പക്ഷേ ടൂറിസ്റ്റിന് ബാധകമല്ലാതാണ് നമ്മുടെ അറിവ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് വഡോദര ലക്ഷ്യം. നമ്മളിപ്പം മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിലേക്ക് കിടക്കുവാണ്. കുറേ ഓടിച്ചിട്ട് ഇപ്പം ഒത്തിരി ആശ്വാസമുള്ളൊരു റോഡിലേക്ക് എത്തിയത് ഇപ്പോഴാണ്. അതെ, ഫൈനലി എൻ്റെ അമ്മു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. മറ്റേ വഴി ഞങ്ങൾ രാത്രി 10:30 എത്തുന്നത് പ്രതീക്ഷിക്കും ഈ വഴിയാണെങ്കിൽ. പുറകെ ഡോൺ ഉറങ്ങാനായിട്ട് കയറി. ഇപ്പോൾ ഹൈവേയിൽ ഇന്ത്യൻ്റെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു. എന്നിട്ട് ഒന്ന് എയർ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്നത് പിന്നെ ഇപ്പോഴാണ് എയർ ചെക്ക് ചെയ്യുന്നത്. 4 ടയറും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. നല്ല സൂപ്പർ 6 ലൈൻ ഹൈവേ ആണ് NH48 എന്ന് പറയുന്നത്. എന്താ വഴി, അടിപൊളി, ഒന്നും പറയാനില്ല. ഭയങ്കര സുഖട്ടോ. അതെ, ഞങ്ങളിപ്പം ഗുജറാത്ത് പോകുന്ന വഴിയിലാണ്, വഡോദരയ്ക്ക് പോകുന്ന റൂട്ടിലാണ്, NH48. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു അവിടെ രാത്രി 7 മണിക്ക് 8 മണിക്ക് ശേഷം കർഫ്യൂ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു വഡോദര അഹമ്മദാബാദൊക്കെ. അപ്പോൾ ഞങ്ങളതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാനൊരു ഹോട്ടലുണ്ട് ഹൈവേയിൽ തന്നെ. ഇവിടെ കയറാനായിട്ട് തുടങ്ങുവാണ്. സാധാരണ ഹൈവേ ഹോട്ടൽ പോലെയല്ല, അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. ഞങ്ങളിപ്പം ആദ്യമേ പറഞ്ഞ വടാപ്പാവ് വന്നിട്ടുണ്ട്. കാട്ടും ലോണും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറകെ ബാക്കി സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നൊരു സാധനം ഇവിടുത്തെ സവാളയായിരിക്കും. സവാള നാരങ്ങയൊക്കെ. കാരണം ഇവിടെ ഒരു മസ്റ്റായിട്ട് നമ്മൾ ഭക്ഷണത്തിനൊപ്പം കഴിക്കുന്നൊരു സാധനമാണ് ഈ സവാള. നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഓരോ പിന്നെ കഴിക്കുമ്പോഴും നമ്മളൊരു സവാള കഴിക്കും. ലസ്സിയും പറഞ്ഞ് ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട്. ലസ്സി വലിയ കുഴപ്പമില്ല. പിന്നെ പാത്രങ്ങളൊക്കെ വന്നു. ലസ്സിക്ക് തണുപ്പ് കുറവാണ്. നമുക്ക് ബട്ടർ റൊട്ടിയും വന്നിട്ടുണ്ട്. നമ്മൾ 2 സബ്ജി പറഞ്ഞു. ഏതൊക്കെയാണ് സാധനങ്ങൾ? ഇത് പനീർ ലവാബ്ദാർ, ഇത് വെജ് ഹണ്ടി. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നല്ലതാണ്, അത്യാവശ്യം സ്പൈസിയാണ് സംഭവം. നമ്മൾ നോർത്ത് ഇന്ത്യൻ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഗ്രേവി. ഹണ്ടി നോക്കാം, ജവാബ്ദാർ നോക്കാം. സോറി, ഇത് പനീർ മസാലയാണ്. പക്ഷേ അതിലൂടെ ഒരു വേറെ എന്തുകൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മസാല, ലൈക്ക് ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മസാലയും എണ്ണയും ചേർത്ത് നല്ല അടിപൊളി ഫുഡ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വഡോദരയ്ക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളിപ്പം വഡോദരയ്ക്ക് കയറി. ചെക്ക് പോസ്റ്റിൽ ചെക്കിങ് ഉണ്ടായിരുന്നു. കാരണം ഗുജറാത്തിൽ ഇപ്പോൾ കർഫ്യൂ ആണ്. ചില പ്ലേസസ് അവർ രാത്രി 9 o'clock തൊട്ട് 9 o'clock അല്ലേ
രാവിലെ ഒരു കർഫ്യൂ ആണ്. ഞങ്ങൾ അവസാനം വഡോദരയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഹോട്ടൽ ഗ്രാൻഡ് മെർക്യൂർ. സമയം ഏകദേശം 11:45. ഇപ്പോൾ ബാഗിങ്ങിൻ്റെ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞു. ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന റൂം. അടിപൊളി, ഒന്നും പറയാനില്ല, നല്ലൊരു ഡീലായിരുന്നു. ബാത്റൂം ഒന്ന് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ വഡോദരയിലുള്ള ഗ്രാൻഡ് മെർക്യൂർ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് എങ്ങനെയാണ് ഇത്? Booking.com വഴി. അതെ, ഞങ്ങൾക്ക് ഏകദേശം 2500 രൂപയ്ക്കാണ് 3 പേർക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഈ റൂം ഞങ്ങൾ ബുക്ക് ചെയ്തത്. നല്ല ഒരു ഡീലായിരുന്നു അത്. അപ്പം വഡോദര വരെയുള്ള ഈ ഒരു യാത്ര ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വഡോദരയിലെ കാഴ്ചകൾ നാളെ കാണാം.